സഹകാരി റേസ് പ്ലസിലെ മാത്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിലെ ടോപ്പിക്കായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന പാഠമാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ആയിരുന്നു സെറ്റ്സ്. ആ സെറ്റ്സിന് കണ്ടിന്യൂഷനായി വരുന്ന ഭാഗങ്ങളാണ് റിലേഷൻസിലും ഫങ്ഷൻസിലും. അപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് റിലേഷൻസിലും ഫങ്ഷൻസിലും പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പം സാധിക്കുന്നവയാണ്. വളരെ ബുദ്ധിമുട്ടിക്കുന്ന യാതൊരു കാര്യങ്ങളുമില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോവാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന പാഠം ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് ഓഫ് സെറ്റ്സ്. രണ്ട് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അതിനുവേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, എ എന്നൊരു സെറ്റ് ഉണ്ട്, എലമെന്റ്സ് 1, 2, 3 ആണ്. ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് ഉണ്ട്, അതിലെ എലമെന്റ്സ് 4, 5 ആണ്. എങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ക്രോസ് ബി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ക്രോസ് ബി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിലുള്ള കാര്യമാണ്. ആദ്യം 1, 4 ഫസ്റ്റ് സെറ്റാണ്, ഫസ്റ്റ് സെറ്റ് അല്ല, ഫസ്റ്റ് എലമെന്റ് ആണ്. ഈ പറയുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി എന്ന് എഴുതിയപ്പോ ഫസ്റ്റ് എലമെന്റ് ആണ് 1ഉം 4ഉം, രണ്ടാമത് 1ഉം 5ഉം, മൂന്നാമത് 2ഉം 4ഉം, രണ്ടാമത് അത് കഴിഞ്ഞ് 2, 5, അത് കഴിഞ്ഞ് 3, 4, അത് കഴിഞ്ഞ് 3, 5. അപ്പോ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് 1, 2, 3, 4 എന്നും, ബി എന്ന് പറയുന്ന സെറ്റിലെ 1, 2, 3 എന്നും, ബി എന്ന് പറയുന്ന സെറ്റിൽ 4, 5 എന്നൊരു എലമെന്റും ഉണ്ട് എങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് 1, 4, 2, 4, 3, 4, 1, 5, 2, 5, 3, 5. ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ സെറ്റിലെ എലമെന്റ്സിനെ 1, 2, 3 എന്ന് എഴുതി, രണ്ടാമത്തെ സെറ്റിലെ എലമെന്റ്സിനെ 4, 5 എന്ന് എഴുതി. ഇത് എയും ഇത് ബിയുമാണ്. അപ്പോൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താ, 1ഉം 4ഉം തമ്മിൽ, 1ഉം 5ഉം തമ്മിൽ. സോ 1, 4, 1, 5. രണ്ടാമത് 2, 4, 2, 5. മൂന്നാമത് 3, 4, 3, 5. കഴിഞ്ഞു. ഇതാണ് എന്ത് എന്ന് പറയുന്നത്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, വളരെ ലളിതമായിട്ടുള്ള കൺസെപ്റ്റ് ആണ്, വളരെ ബുദ്ധിമുട്ടിക്കുന്ന യാതൊരു കാര്യവും അതിനകത്തില്ല. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സും ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സും അറിയാമെങ്കിൽ ആ രണ്ട് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അഥവാ എ ക്രോസ് ബി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അടുത്ത് ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്, ബി ക്രോസ് എ. അപ്പൊ നമുക്കറിയാം, ആദ്യം ഞാൻ ബി എന്ന സെറ്റ് വരച്ചു. ബി എന്ന് പറയുന്ന സെറ്റിൽ എലമെന്റ്സ് ഏതൊക്കെയാണ്, 4ഉം 5ഉം ആണ്. എ എന്ന് പറയുന്ന സെറ്റിൽ എലമെന്റ്സ് ഏതൊക്കെയാണ്, 1ഉം 2ഉം 3ഉം ആണ്. അപ്പോ 4ഉം 1ഉം ഞാൻ എഴുതാൻ പോവാണ്. എലമെന്റ്സ് നോക്കിയേ, എങ്ങനെ, 4, 1, രണ്ടാമത് 4, 2, മൂന്നാമത് 4, 3, അത് കഴിഞ്ഞ് 5, 1, 5, 2, 5, 3. ഇതിനെ വിളിക്കുന്ന പേരാ എന്തോന്ന്, കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് ഓഫ് സെറ്റ്സ്. എന്ത് വിളിക്കാം, കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് ഓഫ് സെറ്റ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. റിലേഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് അറിയാം, ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് അറിയാം എങ്കിൽ അവയുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്, 1, 2, 3 ആണ് എന്ന് എനിക്കറിയാം.
എ എന്ന് പറയുന്ന എലമെന്റ്സ് ഇതൊക്കെ എനിക്കറിയാം 1 2 3 ആണെന്നറിയാം, ബിയിലെ 4 5 ആണെന്നറിയാം. സോ എ ക്രോസ് ബി എഴുതാൻ അറിയാം, നമുക്ക് എന്ത് എഴുതാനും അറിയാം, ബി ക്രോസ് എഴുതാനും അറിയാം. സോ എ ക്രോസ് ബി എഴുതാനും അറിയാം, ബി ക്രോസ് എഴുതാനും അറിയാം. നിങ്ങൾ 2 ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. എ ഈസ് ഈക്വൽ ടു, ഞാൻ നമ്പേഴ്സ് മാറ്റി ലെറ്റേഴ്സ് ആക്കി, എ ബി സി എന്നും ബി എന്ന് പറയുന്ന സെറ്റിൽ എക്സ് വൈ ഇസഡും ആണെന്ന് വിചാരിക്കുക. എങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം, എ ക്രോസ് ബിയും എഴുതണം, അതിനുശേഷം എന്ത് എഴുതണം, ബി ക്രോസ് എയും എഴുതണം. അത് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് ആണ്, ചെയ്തു നോക്കുക. ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് നോക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. മനസ്സിലെന്താ, എ എന്ന് പറഞ്ഞാൽ എ ബി സി ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ഇസഡ് ആണ്. എങ്കിൽ എ ക്രോസ് ബി എന്താണ്, ബി ക്രോസ് എ എന്താണ്, നിങ്ങൾക്കുള്ള ചെറിയൊരു ഹോംവർക്ക് ആണിത്, ചെയ്തു നോക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശ്രദ്ധിക്കുക, ഇനി 2 ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണ് എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ എനിക്കൊരു ഓർഡേർഡ് പെയർ എന്ന് വിളിക്കാം, ഇതിനെയും എനിക്കൊരു ഓർഡേർഡ് പെയർ എന്ന് വിളിക്കാം. ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനകത്ത് കിടക്കുന്ന ഓരോ എലമെന്റുകളെയും ഞാൻ വിളിക്കുന്ന പേരാണ് ഓർഡേർഡ് പെയർ, മറക്കരുത്. അപ്പോൾ ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനകത്ത് വരുന്ന ഓരോ എലമെന്റുകളെയും വിളിക്കുന്ന പേരാണ് എന്ത്, ഓർഡേർഡ് പെയർ. ഇനി ഈ ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണ് എന്ന് പറയുന്നത് എപ്പോഴാ? ഇപ്പൊ ഞാൻ പറഞ്ഞു ഓർഡേർഡ് പെയർ എക്സ് വൈ ഈക്വൽ ടു ഓർഡേർഡ് പെയർ യു വി ആണ് എങ്കിൽ എങ്ങനെ ആയിരിക്കണം, എക്സ് എന്നുള്ളത് യു ആയിരിക്കണം, വൈ എന്നുള്ളത് എന്തായിരിക്കണം, വി ആയിരിക്കണം. എങ്കിൽ മാത്രമേ 2 ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണ് എന്ന് പറയൂ. അപ്പോ 2 സെറ്റുകൾ എനിക്കറിയാം, ആ സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതാൻ അറിയാം. ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ ഓരോ എലമെന്റിനെയും ഞാൻ വിളിക്കുന്ന പേരാണ് ഓർഡേർഡ് പെയറുകൾ. ഈ ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ആദ്യത്തെ എലമെന്റുകളും ഈക്വൽ ആകണം. സോറി, 2 ആദ്യത്തെ നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സ് ആണെങ്കിൽ എക്സും യുവും ഈക്വൽ ആകണം, വൈ ആണെങ്കിൽ വൈയും വിയും ഈക്വൽ ആകണം. എങ്കിൽ മാത്രമേ 2 ഓർഡേർഡ് പെയറുകളും എന്താണ് എന്ന് പറയാൻ സാധിക്കൂ, ഈക്വൽ ആണെന്ന് പറയാൻ സാധിക്കൂ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ സെറ്റിൽ പി എലമെന്റ്സും രണ്ടാമത് പറഞ്ഞ സെറ്റിൽ ക്യൂ എലമെന്റ്സും ഉണ്ടെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്ട്സിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ പി ക്രോസ് ക്യൂ ആയിരിക്കും. എന്തായിരിക്കും, പി ക്രോസ് ക്യൂ. ശ്രദ്ധിക്കുക, ഞാൻ എ എന്ന് പറയുന്ന സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര എനിക്കറിയാം, എണ്ണി നോക്കിയാൽ മതി, 1 2 3. ബി എന്ന് പറയുന്ന സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര, 2. ഈ 2 കാര്യങ്ങളും എനിക്കറിയാമെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ്, P into Q അഥവാ 3 into 2. The answer is 6. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എത്ര ഉണ്ട്, 1 2 3 4 5 6 എലമെന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലായില്ലേ? സോ എനിക്ക് എ എന്ന് പറയുന്ന സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സും ബി എന്ന് പറയുന്ന സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സും അറിയാമെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മൂന്നാമത്തെ കാര്യം, ഇനി ഞാൻ പ്രോഡക്റ്റ് എടുത്തു 2 തവണയല്ല, എത്ര തവണ, എ ഇൻറ്റു എ ക്രോസ് എ 3 തവണയാണ് ഞാൻ എന്ത് ചെയ്ത്, എ മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോ കിട്ടിയ ആൾ എങ്ങനെയാ, എനിക്ക് ഓർഡേർഡ് പെയർ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്, ഓർഡേർഡ് ട്രിപ്പിളറ്റ്. 3 തവണ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോ എനിക്ക് ഒരു ഓർഡേർഡ് പെയർ എന്നല്ല വിളിക്കുന്നത്, ഒരു എലമെന്റിനകത്ത് തന്നെ എനിക്ക് 3 നമ്പേഴ്സ് കാണാം. അപ്പോൾ 3 എലമെന്റ്സ് കാണാം, 3 വേരിയബിൾസ് കാണാം. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ആള് 1 2 3 ആണെന്ന് വിചാരിക്കുക. ഞാൻ എക്സാമ്പിൾ എഴുതാം, ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന സെറ്റില് 1 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എ ക്രോസ് എ എഴുതുകയാണ്, ഞാൻ എ ക്രോസ് എ എഴുതുകയാണ്. മനസ്സിലാകാൻ വേണ്ടി 2 ഫിഗർ ഞാൻ വരച്ചു, 1 2 1 2. 1ൽ നിന്ന് 1ലേക്ക്, 1ൽ നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് 1ലേക്ക്, 2ൽ നിന്ന് 2ലേക്ക്. സോ എലമെന്റ്സ് എങ്ങനെ വരാം, 1 1 1 2 2 1 2 2 2 1 2 2. ഇതാണ് എന്ത്, എ ക്രോസ് എ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവുക, ഇതിനെ ഒന്നും കൂടെ ക്രോസ് ചെയ്യാൻ പോവുക. എ ക്രോസ് എ വീണ്ടും എ ആയിട്ട് ഞാൻ ക്രോസ് ചെയ്യാൻ പോവുക. എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ, 1 1 ഉണ്ട്,
1 2 ഉണ്ട്, 2 1 ഉണ്ട്, 2 2 ഉണ്ട്. അതിന് എന്തുമായിട്ട് ക്രോസ് ചെയ്യാൻ പോവുക? ഞാൻ 1 2 ആയിട്ട് ക്രോസ് ചെയ്യാൻ പോവുക. ശരിക്കും എന്ത് കിട്ടും? 1 1 1 1 1 2. ശ്രദ്ധിക്കുക, പേര് മാറി. ഇപ്പൊ എന്തോന്നായി? ട്രിപ്പിളറ്റ് ആയി മാറി. എന്തായി മാറി? ട്രിപ്പിളറ്റ്. സോ 1 1 1 1 1 2 1 2 1 1 2 2 2 1 1 2 1 2 2 2 1 2 2 2. അപ്പോൾ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇത് ഓർഡേർഡ് പെയർ അല്ല, എന്താണ്? ഓർഡേർഡ് ട്രിപ്ലറ്റ് ആണ്. ഈ പറഞ്ഞ കാര്യമാണ് മൂന്നാമത്തെ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ആദ്യം എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന കാര്യം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എ എന്ന് പറയുന്ന എലമെന്റ്സിൽ, എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. ബി എന്ന് പറയുന്ന സെറ്റിൽ എനിക്ക് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് അറിയാം. എങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉള്ള കാര്യം എനിക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, ഞാൻ ഒരു സെറ്റിനെ 3 തവണ പ്രോഡക്റ്റ് എടുക്കുകയാണ് എങ്കിൽ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന ഓർഡേർഡ് പെയർ ആയിരിക്കില്ല, ഓർഡേർഡ് എന്തായിരിക്കും? ട്രിപ്ലറ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൃത്യമായി തന്നെ നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ അതേ കാര്യങ്ങളാണ് പറയുന്നത്. പുതുതായിട്ടൊരു കാര്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന കൺസെപ്റ്റുകൾ കൃത്യമായി തലച്ചോറിൽ ഉറപ്പിക്കുക. ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എ എന്നൊരു സെറ്റിന്, ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, എ എന്ന് പറഞ്ഞാൽ 1 2 3 വലുതാക്കുന്നില്ല എങ്കിൽ എ ക്രോസ് എ എന്താണെന്ന് കണ്ടുപിടിക്കുക. എ ക്രോസ് എ എന്ന് കണ്ടുപിടിക്കുക. 2 ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ഹോംവർക്ക് ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തതില് എന്താണ് റിലേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് റിലേഷൻ? ശ്രദ്ധിക്കുക. ഞാൻ എ എന്നൊരു സെറ്റ് പറഞ്ഞു, അതൊരു നോൺ എംപ്റ്റി സെറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ എലമെന്റ്സ് ഉണ്ട്. ബി എന്നൊരു സെറ്റ് പറഞ്ഞു, അതും ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. അപ്പൊ അർത്ഥം എന്താ? അവിടെയും എലമെന്റ്സ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതി, എ ക്രോസ് ബി എഴുതി. ഇനി എ ക്രോസ് ബി എഴുതിയതിന് ശേഷം സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി വരുന്നവ ചില എലമെന്റുകളെ ഞാൻ മാറ്റി എഴുതി. ആ എ ക്രോസ് ബിയിൽ നിന്നാണ് ഓർമ്മ വേണം. ഞാൻ എ എന്നൊരു നോൺ എംപ്റ്റി സെറ്റും ബി എന്നൊരു നോൺ എംപ്റ്റി സെറ്റും പറഞ്ഞതിന് ശേഷം, എ എന്നൊരു നോൺ എംപ്റ്റി സെറ്റും ബി എന്നൊരു നോൺ എംപ്റ്റി സെറ്റും പറഞ്ഞതിന് ശേഷം ഞാൻ എ ക്രോസ് ബി എഴുതി. ആ എ ക്രോസ് ബിയിൽ നിന്ന് ചില എലമെന്റുകൾ മാത്രം ഞാൻ പറയുന്നു. എങ്ങനെ പറയും? ചില ബന്ധങ്ങൾ പറഞ്ഞ്. ഇപ്പൊ ഞാൻ എഴുതുകയാണ്, ഞാനൊരു എ എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതാൻ പോവുകയാണ്, ഒരു ബന്ധം പറയാൻ പോവുകയാണ് കേട്ടോ. ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എഴുതി 1 2. ബി എന്നൊരു സെറ്റ് എഴുതി, ബി മറ്റൊരു സെറ്റ് എഴുതി, അതും 3 4. എങ്കിൽ എ ക്രോസ് ബി എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ എനിക്കറിയാം ഏതൊക്കെ വരും. 1 3 1 4 2 3 2 4. വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? ഒരു സെറ്റ് പറഞ്ഞു, എ എന്നൊരു സെറ്റ് പറഞ്ഞു 1 2, ബി എന്നൊരു സെറ്റ് പറഞ്ഞു 3 4. അതിൽ നിന്ന് ഞാൻ എ കാർട്ടീഷ്യൻ ബി എന്താണ്, അല്ലെങ്കിൽ എ ക്രോസ് ബി എന്താണ് എന്ന് പറഞ്ഞു. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനകത്ത് നിന്ന് സ്പെഷ്യൽ സ്വഭാവങ്ങൾ കാണിക്കുന്നവ ഞാൻ പറയുകയാണ്. ആർ ഈസ് എ റിലേഷൻ സച്ച് ദാറ്റ് ഓർഡേർഡ് പെയർ XY ആണ് റിലേഷൻ. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ നമ്പർ ആണ്, Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡ് നമ്പർ ആണ്. എനിക്ക് അങ്ങനെ പറയാമല്ലോ. സോ ഞാൻ ഇങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനകത്തുള്ള എലമെന്റ്സിനെ മാത്രം എനിക്ക് മാറ്റി എഴുതേണ്ടി വരും. എക്സ് ഈവൻ നമ്പർ, Y ഓഡ് നമ്പർ. എക്സ് ഈവൻ നമ്പർ ആണ്, Y ഓഡ് നമ്പർ ആയ എത്ര ഉണ്ട്? ഈവൻ നമ്പർ ആയ 2, Y ഓഡ് നമ്പർ ആയ 1. സോ ഒറ്റ എലമെന്റേ ഉള്ളൂ. അതെന്തായി മാറി? റിലേഷൻ ആയി മാറി.
ഞാൻ രണ്ട് സെറ്റുകൾ എഴുതി, ആ സെറ്റുകളിൽ നിന്ന് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതി, ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ഞാൻ ഒരു പർട്ടിക്കുലർ എന്ത് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്, റൂൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നിന്ന് മാറ്റി എഴുതുന്ന എലമെന്റ്സ്, അതാണ് എന്ത്, റിലേഷൻ. അതാണ് എന്ത്, റിലേഷൻ. കൃത്യമായി മനസ്സിലായി. അപ്പൊ ഒരിക്കലും എ ക്രോസ് ബി അല്ല റിലേഷൻ എന്ന് പറയുന്നത്. ഞാൻ രണ്ട് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതിയതിനു ശേഷം ഞാൻ ഡിഫൈൻ ചെയ്യുന്ന റൂളിനനുസരിച്ച് അതിലെ എലമെന്റ്സ് മാത്രം മാറ്റി എഴുതുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, റിലേഷൻസ്. അതിനെ വിളിക്കുന്ന പേരെന്ത്, റിലേഷൻ. കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഒരു റിലേഷൻ പറയുകയാണ് എങ്കിൽ, ഇപ്പൊ ഞാനിവിടെ റിലേഷനാ പറഞ്ഞേക്കുന്നത്. ഇവിടെ റിലേഷൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതി, ആ പ്രോഡക്റ്റിൽ നിന്ന് റിലേഷൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. എന്താ റിലേഷൻ ഈസ് ഈക്വൽ ടു, ഇവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 -2 3 1/2 3. ഇതൊരു റിലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് സെറ്റുകൾ ഉണ്ടായിരുന്നു, ആ രണ്ടിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതി, അതിൽ നിന്ന് അവർ പറയുന്ന റൂളിനനുസരിച്ച് അവർ മാറ്റി എഴുതിയിട്ടുള്ള ഒരു റിലേഷൻ ആണിത്. എന്താണ് റൂൾ ഒന്നും പറയുന്നില്ല, ഞാൻ റിലേഷൻ എഴുതി. ഈ റിലേഷനിലെ ഓർഡേർഡ് പേരിലെ ആദ്യത്തെ എലമെന്റിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. ഒരു റിലേഷനിലെ ഓർഡേർഡ് പേരിലെ ആദ്യത്തെ എലമെന്റുകളെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. ഒരു റിലേഷനിലെ ഓർഡേർഡ് പേരുകളിലെ രണ്ടാമത്തെ എലമെന്റുകളെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. രണ്ടാമത്തെ എലമെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റേഞ്ച്. 2 തവണ 3 എഴുതേണ്ട ആവശ്യമില്ല, ഒരു തവണ മെൻഷൻ ചെയ്താൽ മാത്രം മതി. സോ കൃത്യമായി മനസ്സിലാക്കുക എന്താണ് ഡൊമൈൻ, എന്താണ് റേഞ്ച്. ഞാൻ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതി, അതിലെ റൂൾ ഡിഫൈൻ ചെയ്ത് ഞാനൊരു റിലേഷൻ പറഞ്ഞു. ആ റിലേഷനിലെ ഒട്ടേറെ ഓർഡേർഡ് പെയറുകളുണ്ട്. ആ ഓർഡേർഡ് പെയറുകളിലെ ആദ്യത്തെ എലമെന്റുകളെ ഞാൻ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ എന്നും, രണ്ടാമത്തെ എലമെന്റുകളെ ഞാൻ വിളിക്കുന്ന പേരാണ് റേഞ്ച് എന്നും. കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഫങ്ഷൻസ് പറയുന്ന സമയത്തും എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 വാക്കുകളാണ് എന്താണ് ഡൊമൈൻ, എന്താണ് റേഞ്ച്. അപ്പോൾ ഡൊമൈൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിലേഷനിലെ ആദ്യത്തെ ഓർഡേർഡ് പെയറിൽ കാണപ്പെടുന്ന ആദ്യത്തെ വാല്യൂസിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ എന്നും, ഒരു റിലേഷനിലെ രണ്ടാമത്തെ വാല്യൂകളെ ഞാൻ വിളിക്കുന്ന പേരാണ് റേഞ്ച് എന്നും കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ ഡൊമൈനിൽ 3 അല്ല, ഇവിടെ എഴുതിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 1/2 ആണ്. 1/2 ആണ്. ഇതൊക്കെയാണ് ഫസ്റ്റ് എലമെന്റ്. 1 ഉണ്ട്, -2 ഉണ്ട്, 1/2 ഉണ്ട്. സോ 1 -2 1/2. സോ കൃത്യമായി മനസ്സിലാക്കുക, ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷനിലെ ഓർഡേർഡ് പെയറുകളിലെ ആദ്യത്തെ നമ്പറിനെ വിളിക്കുന്ന പേരെന്ത്, ഡൊമൈനുകൾ. ഒരു റിലേഷനിലെ ഓർഡേർഡ് പെയറുകളിലെ രണ്ടാമത്തെ നമ്പറിനെ വിളിക്കുന്ന പേരെന്ത്, റേഞ്ച്. ഓക്കെ, ഇനി 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു റിലേഷൻ എനിക്ക് എങ്ങനെയൊക്കെ എഴുതാം, നമ്മൾ സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന രീതി തന്നെയാണ് റിലേഷനിലും ഫോളോ ചെയ്യുന്നത്. ഒന്നീ എല്ലാ എലമെന്റ്സും എടുത്ത് എഴുതാം, റോസർ ഫോമിൽ എഴുതാം, അല്ലെങ്കിൽ ഒറ്റ സിംഗിൾ സെന്റൻസ് കൊണ്ട് എല്ലാത്തിനെയും ഡിനോട്ട് ചെയ്യാം, സെറ്റ് ബിൽഡർ ഫോംസ് പോലുള്ളവ. അല്ലെങ്കിൽ 2 ഇമേജ് വരച്ചതിന് ശേഷം ആരോസ് കൊണ്ട് റിലേഷൻ കാണിക്കാം. സോ 3 രീതിയിൽ നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യാറുണ്ട്, സെറ്റുകൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് പറയുന്ന കാര്യം, എ എന്ന് പറയുന്ന സെറ്റിൽ പി എലമെന്റ്സും ബി എന്ന് പറയുന്ന സെറ്റിൽ ക്യൂ എലമെന്റ്സും എങ്കിൽ എനിക്കറിയാം അവയുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ പി ക്യൂ എലമെന്റ്സ് ഉണ്ടാകുമെന്നറിയാം. അങ്ങനെയാണ് എങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ പോസിബിൾ ആണ് എന്ന് ചോദിച്ചാൽ 2⁻p റിലേഷൻസ് പോസിബിൾ ആണ്. മറക്കരുത്, ആദ്യത്തെ പാഠത്തിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ്, നമ്പർ ഓഫ് പവർ സെറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല
ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, എ എന്ന് പറയുന്ന സെറ്റിൽ പി എലമെന്റ്സും ബി എന്ന് പറയുന്ന സെറ്റിൽ ക്യൂ എലമെന്റ്സും ഉണ്ടെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്ട്സിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? പി ക്യൂ. എത്ര റിലേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും? 2⁻pq. മറക്കരുത്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. യു ക്യാൻ എക്സ്പെക്ട് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് എന്താണെന്ന് പറഞ്ഞു, റിലേഷൻസ് എന്താണെന്ന് പറഞ്ഞു. ഇനി ചെറിയ രീതിയിൽ എന്താണ് ഫങ്ഷൻസ് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി എന്താണ് ഫങ്ഷൻ? ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്. എന്താണ്? ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്. അപ്പൊ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നിന്ന് എനിക്ക് എന്ത് എഴുതാൻ സാധിക്കും? റിലേഷൻ എഴുതാൻ സാധിക്കും. ആ റിലേഷനിലെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷനുകളാണ് എന്ത്? ഫങ്ഷൻസ് എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻസ് ആണ്. ഇനി ഇത് എപ്പോഴാ ഒരു ഫങ്ഷൻ ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. എപ്പോഴാ ഒരു ഫങ്ഷൻ ആകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സെറ്റ് എ എന്നൊരു സെറ്റ് പറഞ്ഞു, ഞാൻ എ എന്നൊരു സെറ്റ് പറഞ്ഞു, ബി എന്നൊരു സെറ്റ് പറഞ്ഞു, റിലേഷൻ പറഞ്ഞു. എയിൽ 1 2 3 എലമെന്റ് ഉണ്ട്, ബിയിൽ 4 5 6 ഉണ്ട്. 1ൽ നിന്ന് 4ലേക്ക് റിലേഷൻ, 2ൽ നിന്ന് 5ലേക്ക് റിലേഷൻ, 3ൽ നിന്ന് 6ലേക്ക് റിലേഷൻ. സോ ഈ റിലേഷനിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 4 ആണ്, 2 5 ആണ്, 3 6 ആണ്. അപ്പോ ഞാനൊരു റിലേഷൻ എഴുതി. ഈ റിലേഷൻ ഫങ്ഷൻ ആണ്. എന്തുകൊണ്ട് ഫങ്ഷൻ ആണെന്ന് പറഞ്ഞാൽ, ഇതിലെ ആദ്യത്തെ സെറ്റിലെ ഓരോ എലമെന്റിനും ഒരു ഇമേജ് മാത്രമേ രണ്ടാമത്തെ സെറ്റിലുള്ളൂ. ഇപ്പോ 1 എന്ന് പറയുന്ന ആൾക്ക് 4. ഇതിനെ ഇപ്പൊ ഞാൻ എന്താ പറയുന്നത്, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഡൊമൈനിൽ നിന്ന് എന്തിലേക്ക് വരയ്ക്കുന്നു? ഇതിന്റെ റേഞ്ച് വരയ്ക്കുന്ന സമയത്ത് 1 എന്ന് പറയുന്ന ആൾക്ക് രണ്ടാമത്തെ സെറ്റിൽ ഒരൊറ്റ ആളുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഇപ്പൊ നോക്കിയോ, 1 എന്ന് പറയുന്ന ആള്, 1 എന്ന് പറയുന്ന എലമെന്റ് മറ്റൊരാളുമായിട്ട് 1ഉം 5ഉം കൂടെ ഇവിടെ ഉണ്ട് എങ്കിൽ ഇതൊരു എന്തല്ല? റിലേഷൻ, ഫങ്ഷൻ അല്ല. ഒരു ഫങ്ഷൻ ആണ് എന്ന് പറയുകയാണെങ്കിൽ ആ സെറ്റിലെ ആദ്യത്തെ എലമെന്റുകൾക്ക് ഒരേ ഒരു ഇമേജ് മാത്രമേ രണ്ടാമത്തെ സെറ്റിൽ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. എന്താ? If every element of set A has one and one image, one and only one image. മറക്കരുത്, one and only image. ഇപ്പൊ ഞാൻ ഒരു എലമെന്റ് പറഞ്ഞു, ഇപ്പൊ ഞാൻ ഒരു റിലേഷൻ എഴുതുകയാണ്. നിങ്ങളത് കണ്ടുടനെ പറയാൻ സാധിക്കണം ഫങ്ഷൻ ആണോ അല്ലേ എന്ന്. ഈ റിലേഷൻ എഴുതി ഞാൻ 1 2 1 3 2 3 അല്ലെങ്കിൽ 2 4 എന്ന റിലേഷൻ എഴുതി എന്ന് വിചാരിക്കുക. നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ എലമെന്റ്, രണ്ടാമത്തെ ആൾ എന്തോ ആയിക്കോട്ടെ, ആദ്യത്തെ എലമെന്റിന് ഒന്നിലധികം ഇമേജുകൾ ഉണ്ട് എങ്കിൽ അതെന്തല്ല? ഫങ്ഷൻ അല്ല. ഇവിടെ ഞാൻ റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന എലമെന്റിന് 2 എന്നൊരു ഇമേജ് ഉണ്ട്, 1 എന്ന് പറയുന്ന എലമെന്റിന് 3 എന്നൊരു ഇമേജ് ഉണ്ട്. സോ ഒരു എലമെന്റിന് 2 ഇമേജ് ഉള്ളത് കൊണ്ട് ഇതെന്തല്ല? ഫങ്ഷൻ അല്ല. ഇതൊരു റിലേഷൻ മാത്രമാണ്. എന്ത് മാത്രമാണ്? റിലേഷൻ മാത്രമാണ്. ഇപ്പൊ കൃത്യമായി മനസ്സിലാക്കുക. ഒരു റിലേഷൻ ഫങ്ഷൻ ആകുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റിനും, എവരി എലമെന്റ് ഓഫ് സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റിനും വൺ ആൻഡ് ഓൺലി ഇമേജ് ഇൻ സെറ്റ് ബി. ഒരൊറ്റ ഇമേജ് മാത്രമേ എന്തിൽ വരാവൂ? ബിയിൽ വരാവൂ. അപ്പൊ ആദ്യത്തെ നമ്പർ മാത്രം നോക്കുക. ആദ്യത്തെ നമ്പർ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് എന്തല്ല? ഫങ്ഷൻ അല്ല. വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് പോവാം. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എഫ് സച്ച് ദാറ്റ് എക്സ് ടെൻസ് ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എക്സ് ടു വൈ. ഇതെങ്ങനെ പറയുന്നേ? എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എക്സ് ടു വൈ. എഫ് എന്നത് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഒരു ഫങ്ഷൻ ആണ് എങ്കിൽ എക്സിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ ഓഫ് ദ ഫങ്ഷൻ, വൈയെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ ഓഫ് ദ ഫങ്ഷൻ. കൃത്യമായി മനസ്സിലാക്കുക.
എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രോം, ഞാൻ പറയുകയാണ് എഫ് എന്നൊരു ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്ക്, രണ്ട് സെറ്റുകളാ, നിങ്ങൾ കൂടുതലായി കൺഫ്യൂസ് ആയി ചിന്തിച്ച് കുളമൊന്നും ആക്കരുത്. എന്താ രണ്ട് സെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്താ രണ്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ രണ്ട് സർക്കിൾ ഉണ്ടെന്ന് വെച്ചേക്കുക. ഇതിനെ ആദ്യത്തെ ആൾ എക്സ് എന്ന് വിളിച്ചു, ഇതിനെ വൈ എന്ന് വിളിച്ചു. ഇതിൽ നിന്ന് ഞാൻ ആരോ വരച്ച് കുറെ റിലേഷൻസ് ഉണ്ടാക്കി. അപ്പൊ എന്താ, ഇതിനെ ഞാൻ 1 2 3 4 എന്ന് വിളിച്ചു, ഇവിടെ എ ബി സി ഡി എന്ന് വിളിച്ചു. സോ ആദ്യത്തെ സെറ്റായി, രണ്ടാമത്തെ സെറ്റായി. ഇതൊരു ഫംഗ്ഷൻ ആണ്, ഇറ്റ്സ് ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ, എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എങ്കിൽ ആദ്യത്തെ എലമെന്റുകളെ ഞാൻ വിളിക്കുന്ന പേര് ഡൊമൈൻ എന്നും ആ ഫംഗ്ഷനിലെ വൈയിലെ എലമെന്റുകളെ ഞാൻ വിളിക്കുന്ന പേര് കോഡൊമൈൻ എന്നുമാണ്. മറക്കരുത്, വൈയിലെ എലമെന്റുകളെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, കോഡൊമൈൻ. ഓക്കെ, ഇനി given an x belongs to x, there is a unique element in y. So നമുക്കറിയാം x എന്ന് പറയുന്ന ആൾ അവിടെ ഒരു യൂണീക്ക് എലമെന്റുമായിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് എന്ത് വിളിക്കാം, ദ യൂണീക്ക് എലമെന്റ്. അപ്പോ എഫ് എക്സ് എന്ന് പറയുന്ന ആള്, ഞാൻ ഇവിടെ എഴുതാൻ പോകാൻ ശ്രദ്ധിക്കുക, എഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, വൈയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ആള് ആരുമായിട്ട് റിലേഷൻ ഉണ്ട്, വൈയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. ആ റിലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണിത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ മനസ്സിലാക്കാം മറ്റൊരു കാര്യം, വൈ എന്നുള്ളത് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിന്റെ ഇമേജ് ആണ്. എക്സിന്റെ ഇമേജ് ആണ് വൈ. എഫ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനിൽ എക്സിന്റെ ഇമേജ് ആണ് എന്തോന്ന്, വൈ എന്ന് പറയുന്നത്. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എല്ലാ വാല്യൂവിനെയും ഒരുമിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കാറുണ്ട്, റേഞ്ച് എന്ന ഇമേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റേഞ്ച് എന്ന് പറയുന്നത്. നമ്മള് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വൈയിലുള്ള എല്ലാ വാല്യൂസിനെയും എടുക്കുകയാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റേഞ്ച് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നത് കൃത്യമായ ഒരു ഐഡിയ കിട്ടും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക. എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു ഫംഗ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കുറെ പോയിന്റ്സ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആദ്യം പോയിന്റ് ആയിട്ട് ഇമാജിൻ ചെയ്യുക. നമ്മൾ ഗ്രാഫിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കുറേ പോയിന്റുകളുണ്ട് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള പോയിന്റ്സ്. ഇപ്പോൾ ഞാൻ പറയുകയാണ് എ എന്നൊരു റിലേഷൻ എഴുതാമാണ് നല്ലത്. അപ്പോൾ റിലേഷൻ ഞാൻ എഴുതി 1 2 2 3 3 4 4 5. ഇത് റിലേഷൻ ആണ്. എന്തുകൊണ്ട് ഇത് റിലേഷൻ ആണ്? ഇതെന്തുകൊണ്ട് റിലേഷൻ ആണ്? കാരണം എല്ലാത്തിനും ഡിഫറെന്റ് ആ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെയാ, 1 2 3 4 ഈസ് ദ ഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ, 2 3 4 5 ഈസ് ദ റേഞ്ച്. ആദ്യത്തെ എലമെന്റുകളെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ 1 2 3 4. രണ്ടാമത്തെ എലമെന്റുകളെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. അപ്പൊ അത് രണ്ടും മനസ്സിലായി, ഡൊമൈനും റേഞ്ചും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനെ ഡൊമൈൻ എന്ന് വിളിക്കുന്ന പോലെ ഇതിനെ എന്ത് എന്ന് പറയാറുണ്ട്, കോഡൊമൈൻ എന്ന് പറയാറുണ്ട്. എന്താ പറയുന്നത്, കോഡൊമൈൻ. ഓക്കെ, കോഡൊമൈനും റേഞ്ചും ഡിഫറെന്റ് ആണ്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആ റിലേഷനിൽ വരുന്ന എലമെന്റുകളെ മാത്രം വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. പക്ഷേ ആ വൈയിലെ എല്ലാ വാല്യൂസിനെയും ഞാൻ പറയുകയാണ് എങ്കിൽ അതിനെന്ത് എന്ന് വിളിക്കാം, റേഞ്ച് എന്ന് വിളിക്കാം. അത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഡൊമൈനും കോഡൊമൈനും റേഞ്ചും എന്താണ് എന്നുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഒരു ധാരണ അത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് റേഞ്ച്, എന്താണ് ഡൊമൈൻ, എന്താണ് കോഡൊമൈൻ, എന്താണ് റേഞ്ച്. ഓക്കെ അല്ലേ? താങ്ക് യു.